വരുന്നുണ്ടോ നോക്കാം. എടാ ഇത് തന്നെയല്ലേ അവളെ ഫോട്ടോ? ആ ഇത് തന്നെ. ഇനിയൊരു അബദ്ധം നമുക്ക് പറ്റരുത്. എന്തെങ്കിലും പറഞ്ഞ് നമുക്ക് ആ ഫ്ലാറ്റിനുള്ളിൽ കയറി പറ്റും. ഉള്ളി കയറിയ ഉടൻ നീ കയ്യിലുള്ള ക്ലോറോഫോം മണപ്പിച്ചിട്ട് അവളുടെ ബോധം കെടുത്തണം. നമുക്ക് കുട നന്നാക്കാൻ വന്ന സഹോദരങ്ങളാണെന്ന് പറഞ്ഞ് അകത്ത് കയറി. ഓ ഈ മഴയില്ലാത്ത നാട്ടിൽ എന്തിനാടാ കൊടാ? നമുക്ക് വേറെ എന്തെങ്കിലും പറയാം. ആ എന്നാ നമുക്ക് കേടായ ഇലക്ട്രോണിക് സാധനങ്ങൾ ശരിയാക്കാൻ വന്നവരാണെന്ന് പറയാം. വാ നമുക്ക് നോക്കാം. ഞങ്ങൾ കേടായ വീട്ടുപകരണങ്ങൾ ശരിയാക്കാൻ വന്ന സഹോദരങ്ങളാണ്. ആരുടെ സഹോദരങ്ങള്? അതിന് ഇവിടെ കേടായ വീട്ടുപകരണങ്ങളൊന്നും ഇല്ലല്ലോ. അയ്യോ അങ്ങനെ പറയരുത് പ്ലീസ്. പിന്നെ എങ്ങനെ പറയണം? ഞങ്ങൾ അനാഥരാണ്. പക്ഷേ ഞങ്ങൾ ഗുണ്ടകളല്ല. ഓ നശിപ്പിക്കും. ചേടാ നിങ്ങൾ അനാഥരാണെങ്കിൽ ഞാൻ എന്ത് വേണം? പാവങ്ങളുടെ സങ്കടങ്ങൾ കേട്ടാൽ മനസ്സലിയുന്ന ആളാണ് ചേച്ചി എന്ന് പറഞ്ഞു കേട്ടു. അതൊക്കെയാണ്. പക്ഷെ ഇത് നിങ്ങളോട് ആര് പറഞ്ഞു? താഴത്തെ സെക്യൂരിറ്റി പറഞ്ഞു. ആ സെക്യൂരിറ്റിയെ കൊണ്ട് ഞാൻ തോറ്റു. ഇവിടെ അങ്ങനെ ശരിയാക്കാൻ ഒരുപാട് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊന്നും ഇല്ല. പക്ഷെ 1-2 ഉണ്ടെന്നാ എനിക്ക് തോന്നണം. നിങ്ങൾ വെയിൽ കൊണ്ട് വന്നതല്ലേ, കുടിക്കാൻ എന്തെങ്കിലും വേണോ? കുടിക്കാൻ എന്തെങ്കിലും കിട്ടിയാൽ കൊള്ളായിരുന്നു. ആ എന്നാ പിന്നെ കേറി വാ. അയ്യോ അനക്കല്ലേ. ശരിക്കും നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞങ്ങൾക്ക് വേണ്ടത് പണമാണ്. അത്രേ വേണ്ടു. അത് എന്റെ ഹസ്ബൻഡിനോട് ചോദിച്ചാൽ മതി. എന്റെ ഹസ്ബൻഡ് എന്നോട് ഭയങ്കര സ്നേഹമാണ്. നിങ്ങൾ എത്ര കാശ് ചോദിച്ചാലും ആളെ തരും. ഹലോ ഹലോ, ഞങ്ങൾ നിങ്ങളുടെ ഭാര്യയെ കിഡ്നാപ്പ് ചെയ്തു. നിങ്ങൾ ആരാണ്? ഞങ്ങൾ ഗുണ്ടകളാ. ഗുണ്ടകളാ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞങ്ങൾക്ക് വേണ്ടത് പണമാണ്. നിങ്ങൾക്ക് എത്ര വേണ്ടത്? എത്ര പണമാണ്? 5 ലക്ഷം. ഞങ്ങൾക്കൊരു 10 ലക്ഷം രൂപ വേണം. അപ്പൊ ഗുണ്ടങ്ങനെ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ചോദിച്ച 10 എന്റെ കയ്യിൽ നിന്ന് ഒരു 5 കൂടി ഇട്ടിട്ട് 15 ലക്ഷം രൂപ ഞാൻ തരും. ആ സാധനത്തിന് ഒരു 10-15 ദിവസം നിങ്ങളുടെ കൂടെ തന്നെ വെക്കാൻ പറ്റുമോ പ്ലീസ്? ഇവനിതാരടാ? അയാൾ പറയാണേ ഈ സാധനത്തിനൊരു 10-15 ദിവസം വച്ചിരുന്ന 15 ലക്ഷം രൂപ തരാണ്. ഇതേതോ വള്ളിക്കെട്ടാടാ. അടിപൊളി.